അപ്പൊ ഈ ചിന്താമണിയിൽ നിന്ന് പശുക്കളെ കൊണ്ടുവന്ന ചേട്ടൻ എന്തൊക്കെയാ ചെയ്യുന്നത്? എങ്ങനെ സക്സസ് ആക്കി എടുക്കാം ഇവിടുന്ന് പശുക്കളെ കൊണ്ടുപോയിട്ട്? ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ സ്ട്രെസ് വന്ന പശുക്കൾക്ക് 100% തൈലേറിയ എഫക്ട് ചെയ്യും. അപ്പൊ ഇവിടുന്ന് ചെല്ലുമ്പോ തന്നെ തൈലേറിയുടെ മെഡിസിൻ നമ്മൾ കൊടുക്കുമ്പോൾ പശുക്കൾക്ക് ദഹിപ്പിക്കുന്ന അണുക്കൾ ഒരു 50% ഓട്ടോമാറ്റിക് ഡെത്ത് ആയിരിക്കും. അപ്പൊ പശുവിന് ദഹനം കുറയും. നമ്മളിപ്പോ 50 പേര് ചെയ്യുന്ന പണി 25 പേര് ചെയ്യുമ്പോൾ വർക്ക് വളരെ സ്ലോ ആയിരിക്കും. അപ്പൊ അത് 50 പേരെ തന്നെ സ്ട്രെങ്ത് നമ്മൾ ആക്കണം. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന പശു എത്ര ലിറ്റർ കറക്കുന്നുണ്ട്? 2 നേരം കൂടെ 38 ലിറ്റർ പാല് പറഞ്ഞുള്ള പശു. 38. അത് എത്രാമത്തെ പ്രസവത്തിൽ? താഴെയുള്ള പശുക്കൾ എന്റെ ഫാമിലിയില്ല. 25 താഴെയില്ല. 25 to 38 ഉള്ളത്. ചിന്താമണി എത്ര വരെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ? ചിന്താമണി പശുക്കള് 30 ആവറേജ് 32 എങ്ങനെയും വരുന്നുണ്ട്. പാലിലൊന്നും കുഴപ്പം വരാറില്ല. ചിന്താമണി അത് പൊതുവെ ക്ലെയിം കുറവാണ്. പാലിന് പക്ഷെ നമ്മൾ ഈ കാര്യങ്ങൾ കാരണവശാലും പശുവിനെ കുളിപ്പിക്കരുന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 2-3 ആഴ്ചയെങ്കിലും പശുക്കളെ കുളിപ്പിക്കുകയും ചെയ്യരുത്. കുളിപ്പിക്കലാണ് പശുക്കൾക്ക് ഈ ഇപ്പോഴത്തെ നല്ല ചൂടുള്ള കാലാവസ്ഥയും അടുത്ത് കുളിപ്പിക്കൽ കൂടിയുമ്പോൾ പശുക്കൾക്ക് പെട്ടെന്ന് പനി അതുപോലെ തല നനയ്ക്കാനേ പാടില്ല പശുക്കൾക്ക്. കുറച്ചൊക്കെ ഇവര് കൊണ്ട് ഹിന്ദിക്കാരെ ഏൽപ്പിച്ചോടും ഹിന്ദിക്കാരുടെ നോക്കുമ്പോൾ അവർക്ക് അറിയാതെ ചെയ്യുന്നത് കൊണ്ടാണ് പശുക്കൾക്ക് അസുഖം വരുന്നത്. ചെറിയ പനി തുടങ്ങുമ്പോൾ പനിക്ക് മെഡിസിൻ ചെയ്യില്ല. പനിക്ക് മെഡിസിൻ ചെയ്യാതിരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഈ തലേറിയ തലപൊക്കി തുടങ്ങും. ചേട്ടാ നമസ്കാരം. ചേട്ടന്റെ പേരെങ്ങനെയാ? എന്റെ പേര് ഡേവിസ് എന്നാണ്. ഡേവിസ് എവിടെ സ്ഥലം? നാട്ടിലെ ചാലക്കുടിയാണ്. ഈ ഒരു മാർക്കറ്റിൽ ആദ്യമായിട്ടാണോ? ഇല്ല, ഈ മാർക്കറ്റിലെ വർഷങ്ങളായിട്ട് വരുന്നുണ്ട്. ഇന്ന് എത്ര പശുക്കൾ എടുത്തിട്ടുണ്ടായിരുന്നു? 6 പശുക്കളുണ്ട്. 8 പശുക്കളുണ്ട്. വർഷങ്ങളായിട്ട് ചേട്ടൻ ഇവിടെ നിന്ന് പശുക്കൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ചിന്താമണിയിൽ നിന്ന് പശുക്കളെ കൊണ്ടുവന്ന ചേട്ടൻ എന്തൊക്കെയാ ചെയ്യുന്നത്? എങ്ങനെ സക്സസ് ആക്കി എടുക്കാം ഇവിടുന്ന് പശുക്കളെ കൊണ്ടുപോയിട്ട്? ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ സ്ട്രെസ് വന്ന പശുക്കൾക്ക് 100% തൈലേറിയ എഫക്ട് ചെയ്യും. അപ്പൊ ഇവിടുന്ന് ചെല്ലുമ്പോ തന്നെ OTC, IV, D25 NS കൊടുക്കാറുണ്ട്. 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം. അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യോ കൊണ്ടുവരുമ്പോഴേ? ഇല്ല, ചെല്ലുമ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കുഴപ്പം. ബ്ലഡ് ടെസ്റ്റിന് എടുക്കുമ്പോൾ പശുവിന് ഒരു അസുഖം ഉണ്ടാവില്ല, കാണത്തില്ല. സ്ട്രെസ് കഴിഞ്ഞ് പശുവിന് അസുഖം ബാധിക്കുമ്പോഴേക്കും നമ്മള് അസുഖം ഒന്നും ഇല്ലാതെ വിചാരിച്ച് നിൽക്കും. കാരണം ഓൾറെഡി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് കാണിച്ചു. അതുകൊണ്ട് പിന്നെ നമ്മൾ നോക്കത്തില്ല, നിൽക്കും. പക്ഷെ 100% ഇത്ര മണിക്കൂർ യാത്ര ചെയ്യണ പശുവിന് സ്ട്രെസ് 100% വന്നിരിക്കും. അപ്പൊ ഞാൻ നിർബന്ധമായിട്ടും കൊണ്ടുപോയി 2ാമത്തെ ദിവസം തൈലേറിയുടെ മെഡിസിൻ കിട്ടിയിരിക്കും. ഏത് മെഡിസിൻ ഇപ്പൊ ചേട്ടന്റെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരുന്ന? ചേട്ടന്റെ ഫാമിലി സുബിയോൾ ഇപ്പൊ തീരെ റിസൾട്ട് കിട്ടുന്നില്ല. ഇപ്പൊ റിസൾട്ട് കിട്ടുന്നത് ബൂട്ടാലക്സ് മെയ്ഡ് ഇൻ ജർമ്മനിയുടെ വന്നപ്പോ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ മെയ്ഡ് ഇൻ ജർമ്മനി കിട്ടാൻ സാധ്യത കുറവാണ്. ബൂട്ടാസൈഡ് എന്ന് പറഞ്ഞ മെഡിസിൻ ആണ് കിട്ടുന്നത്. എന്നാലും 30 ml ആവറേജ് ഹെൽത്തി ഉള്ള ഒരു പശുവിന് 30 ml സിംഗിൾ ഡോസ് കൊടുക്കും. റിസൾട്ട് കിട്ടും. പിന്നെ അത് അഫക്ട് ചെയ്യാറില്ല. പിന്നെ എന്തൊക്കെ അസുഖങ്ങൾ ഇവിടുന്ന് വരുന്ന പശുക്കൾക്ക് ഈ തൈലേറിയ അനാപ്ലാസ്മയാണ് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത്? സാധ്യത കൂടുതലാണ്. അതിന് സിംറ്റംസ് എന്തൊക്കെ കാണിക്കാറുണ്ട് ഈ പശുക്കള്? 15 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മെഡിസിൻ കഴിഞ്ഞിട്ട് 10 ദിവസം 15 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ പശുവിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പശുവിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവും. കാരണം നമ്മൾ ഇവിടുന്ന് വന്ന അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവണം. അത് മാറിയിട്ടില്ലെങ്കിൽ അടുത്ത ട്രീറ്റ്മെന്റ് പശുവിന് ചെയ്യേണ്ടി വരും. നമ്മൾ അസുഖം മാറി എന്ന് പറഞ്ഞ് 100% മെഡിസിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇരിക്കരുത്. തൈലേറിയുടെ മെഡിസിൻ ചെയ്താൽ എല്ലാ പശുക്കൾക്കും എല്ലാ മെഡിസിൻ റിസൾട്ട് ആയിക്കോളുന്നില്ല. ചില പശുക്കൾക്ക് തൈലേറിയയുടെ ബൂട്ടാലക്സ് റിസൾട്ട് കാണിക്കുകയാണെങ്കിൽ ചിലത് തൈലോക്കോറായിരിക്കും റിസൾട്ട് കാണിക്കാം. അങ്ങനെ തൈലേറിയ ആണ് മെയിൻ ഒരു വില്ലൻ. അപ്പൊ അതോടൊപ്പം തന്നെ തൈലേറിയയുടെ മെഡിസിൻ നമ്മൾ കൊടുക്കുമ്പോൾ പശുക്കൾക്ക് ദഹിപ്പിക്കുന്ന അണുക്കൾ ഒരു 50% ഓട്ടോമാറ്റിക് ഡെത്ത് ആയിരിക്കും. അപ്പൊ പശുവിന് ദഹനം കുറയും. നമ്മളിപ്പോ 50 പേര് ചെയ്യുന്ന പണി 25 പേര് ചെയ്യുമ്പോൾ വർക്ക് വളരെ സ്ലോ ആയിരിക്കും. അപ്പൊ അത് 50 പേരെ തന്നെ സ്ട്രെങ്ത് നമ്മൾ ആക്കണം. അതിനുവേണ്ടി റൂമൻ FS ഒക്കെ പോലത്തെ സാധനങ്ങൾ ഒരു 4-5 ദിവസം 2 നേരം പൗഡർ കൊടുത്തു കഴിഞ്ഞാൽ ദഹിപ്പിക്കുന്ന അണുക്കൾ നന്നായി കൂടും. അതായത് ഫുഡ് നല്ലോണം എടുക്കത്തില്ല പശുക്കൾ? ഫുഡ് എടുക്കില്ല. കാരണം ദഹിപ്പിക്കുന്ന അണുക്കളുടെ എണ്ണം ഈ തൈലേറിയുടെ മെഡിസിൻ കൊടുക്കുമ്പോൾ കുറെ അണുക്കൾ ചത്തുപോയിട്ടുണ്ട്. 100% സംഭവിക്കുന്ന സൈഡ് എഫക്റ്റ് ആണ്. അപ്പോൾ ആ അണുക്കളുടെ എണ്ണം കൂടാനായിട്ട് നമ്മൾ റൂമൻ FS ഒരു പാക്കറ്റിന്റെ പകുതി രാവിലെയും പകുതി വൈകിട്ട് വെച്ച് 4 ദിവസം കൊടുക്കാം. അതുപോലെ തന്നെ ഷാർക്കഫൂറിൽ കൊടുക്കണം. ബ്ലഡിന്റെ കൗണ്ട് കൂട്ടണം. ബ്ലഡ് ഹീമോഗ്ലോബിൻ വളരെ കുറവായിരിക്കും ഈ പശുക്കൾക്ക് ഇവിടെ നിന്ന് മെഡിസിൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നമ്മള് ഇവർക്ക് ഷാർക്കഫൂറിൽ കൊടുക്കും. ഏകദേശം 1.5 കിലോനെങ്കിലും ഷാർക്കഫൂറിൽ ടോണിക്കാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഹീമോഗ്ലോബിന്റെ അളവ് എന്തായാലും ഒരു 9.5 എബോവ് ഉണ്ടാവും. അതുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്നൊരു അസുഖം ഇതിന് വരില്ല. രണ്ടാമതൊരു തൈലേറിയ പെട്ടെന്ന് റിട്ടേൺ അടിച്ചു കയറില്ല. അതാണ് അതിന്റെ കാര്യങ്ങൾ. എനിക്ക് എഫക്റ്റുകളൊന്നും വരാറില്ല. എന്റെ പശുക്കൾക്ക് അസുഖങ്ങൾ. ഫാമിലിന്റെ പേരെങ്ങനെയാ? ഞാൻ ഇപ്പൊ എന്റെ പേര് കൃപ ഡയറി ഫാം എന്നാണ്. എത്ര വർഷമായിട്ട് മേഖലയിലുണ്ട്? ഒരു എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇതിലുണ്ട്. എത്ര പശു? നല്ല ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ആയുർവേദ ചികിത്സക്കാരനായിരുന്നു. ആണോ? എവിടെ സ്ഥലം? കറക്റ്റ്
ചാലക്കുടിയാണ്. ഫാമിന്റെ പേര് കൃപ. പശു ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ആ പശു ഫാം അടക്കാൻ കൊടുത്തു. എവിടെ കൊടുത്തു? അത് ഞാൻ വേറെ ആൾക്ക് മൊത്തം കൊടുത്തതാണ്. പറമ്പടക്കാൻ കൊടുത്തു. ഓക്കെ, നമ്മുടെ സ്ഥലം. എന്റെ സ്ഥലം. ഇപ്പൊ നിലവിൽ ആ ഫാമിന്റെ പേരെന്താ? ഇപ്പൊ നമ്മളത് ഇപ്പൊ എന്റെ ഫാമിന്റെ പേര് കൃപടായിരുന്നു. ഇപ്പൊ എന്റെ വീട്ടിൽ ഒരു 50 പശുക്കളുണ്ട്. 50 പശുക്കളുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടുന്ന് കൊണ്ടുവരുന്ന ഹൈബ്രിഡ് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് എടുത്താണ് അല്ലേ? അവിടെ നിന്ന് തുടങ്ങി വിറ്റപ്പോ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നമ്മുടെ പശുക്കളും അടക്കമാണ് വന്ന് സെയിൽ ചെയ്തത്. അതെ, പശുക്കളും ചാവി കൊടുക്കിയത് എല്ലാം മൊത്തത്തിൽ അടുത്തു. പിന്നെ വീണ്ടും നമ്മൾ പുതിയ ലാൻഡ് എടുത്ത് പുതിയ ഇപ്പൊ 50 പശുക്കൾ നിലപ്പുണ്ട്. ഇനി അടുത്തൊരു ജനറേഷൻ വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമാണ് ഫാം നിലനിൽക്കുള്ളൂ. ഇവിടുന്ന് ഹെവി പശുക്കളെ കൊണ്ടുപോകുമ്പോൾ എന്നും ഈ 1.5 ലക്ഷം രൂപ 1.5 ലക്ഷം പശു മേടിക്കാൻ മുന്നോട്ട് പോകും പറ്റത്തില്ല. വേൾഡ് വൈഡ് സെമണാണ് ഈ പശുക്കൾക്ക് ഞാൻ ഹിറ്റാകുമ്പോൾ. ഏതൊക്കെ കുത്തിവെക്കുന്നുണ്ട്? വേൾഡ് വൈഡ് സെമൺ വരുന്നുണ്ട്. വിദേശത്ത് നിന്ന് വരുന്ന സെമൺ ഉണ്ട്. ABS ആണോ? ABSന്റെ അല്ല, അത് ഒരു ABSന്റെ NDDB കുത്താറുണ്ട്. അത് ഏത് നമ്പർ, ബിൽ നമ്പർ എന്തെങ്കിലും ഉണ്ടോ ചേട്ടൻ നോക്കുന്നത്? ബിൽ നമ്പർ ഒരു ബില്ലിന്റെ പേരോ ഇതിലോ? അറ്റ്ലസ് ആണോ? എന്ന് പറഞ്ഞൊരു ബുള്ള്, ഒരു 5 years ഓൾഡ് ഉള്ളൂ. നല്ല ഹെൽത്തിയാണ്. എത്ര ഡാമിലുടെ ഒക്കെ? ഡാമിൽ ഒരു 25,940 അത്രയും വരുന്നുണ്ട്. അതൊക്കെ ഇൻസമിനേഷൻ എത്ര ചാർജ് വരുന്നുണ്ട് നമുക്ക്? 1700 രൂപ സെമൻ ചാർജ് പ്ലസ് സർവീസ് ചാർജ്. സെക്സിഡ് ആണോ? കുത്താറുള്ളത് കിട്ടിയാലാണ് നമുക്ക് ഇതുകൊണ്ട് പെൺകുട്ടികളെ കിട്ടിയാലേ ഉള്ളൂ. അങ്ങനെ പെൺകുട്ടികൾ വല്ല ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴാണ് നമുക്ക്? എന്റെ വീട്ടിൽ അടുത്ത ഒരു 19 കുട്ടി ഉണ്ട്. ഇപ്പൊ 4 കുട്ടി ഇപ്പൊ പ്രസവിച്ചു. ബാക്കി ചെന്നൈയിലായിട്ടുണ്ട്. 19 കുട്ടി എന്റെ നല്ല കുട്ടികളുണ്ട്. എത്ര പാല് കിട്ടുന്നുണ്ട്? ഇപ്പൊ ഫസ്റ്റ് ഡെലിവറിക്ക് 23 ലിറ്റർ പാല് പെർ ഡേ കിട്ടുന്നുണ്ട്. ആവറേജ് ഫസ്റ്റിൽ തന്നെ നമ്മുടെ വീട്ടിൽ ജനിച്ച് ഇതുപോലെ കുത്തിപ്പിച്ചെടുത്ത് 2 പ്രാവശ്യമെങ്കിലും വേൾഡ് വൈഡോ അല്ലെങ്കിൽ നല്ല സെക്സ് സമയം കുത്തിയിട്ട് കിട്ടിയില്ലെങ്കിൽ 3ാമത്തെ പ്രാവശ്യം ഇൻസ്റ്റലേഷൻ ചെയ്യില്ല. ബുള്ളിനെ ക്രോസ് ചെയ്യും. നമ്മൾ 2 തവണ എത്ര നല്ല കോസ്റ്റിലായിട്ടുള്ള ഇൻസ്റ്റലേഷൻ ചെയ്യിപ്പിക്കും. അത് ചന പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ 3ാമത് ക്രോസ് ചെയ്യും. കാളെ കൊണ്ട് ക്രോസ് നല്ല ബ്രീഡ്, നല്ല കാളെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. ചേട്ടന്റെ ഫാമിൽ ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന പശു എത്ര ലിറ്റർ കറക്കുന്നുണ്ട് 2 നേരം കൂടെ? 38 ലിറ്റർ പാല് പെർ ഡേ ഉള്ള പശു. 38. അത് എത്രാമത്തെ പ്രസവത്തിൽ? 25 താഴെയില്ല. 25 to 38 ഉള്ളത്. 50 പശുക്കൾ. എത്ര ജോലിക്കാരുണ്ട് ഫാമില്? ഒരാളാണ് എന്റെ 50 പശു. കൂടുന്നവർ ഓരോ പശുവിനും 1000 രൂപ വീതം കൂടും. 15 പശുവിനെ അവർ നോക്കിയിട്ട് അവരുടെ ബേസിക് സാലറി 20,000 രൂപ പ്ലസ് അവർ 35 പശുവിനെ കൂടി നോക്കുമ്പോൾ പ്ലസ് 35,000 രൂപ. 55,000 രൂപ വരെ എന്റെ ഒരു പണിക്കാരൻ സമയം. ഒരു പണിക്കാരന്. അതായത് അവൻ റൈറ്റ് ആണ്, ബ്രില്യന്റ് ആണ്, നന്നായി വർക്ക് ചെയ്യും. പരാതി ഹിന്ദിക്കാരനാണ്. പശു എണ്ണം കുറയുമ്പോൾ അവന് പരാതി. പശു എണ്ണം 5 എണ്ണം കുറഞ്ഞ 5,000 രൂപ മാസം ചേട്ടാ പശുവിന് മേടിക്കും. അപ്പൊ നമ്മുടെ സാലറി 20,000 കിട്ടുള്ളൂ എന്ന് കണക്കൂട്ടുമ്പോൾ ഇവർക്കൊക്കെ പണിക്കാൻ മടി. പണിക്കനുസരിച്ച് സാലറി കിട്ടുന്നവർക്ക് ഒരു മടിയില്ല. ഇല്ല, എത്ര വേണമെങ്കിലും ഒറ്റയ്ക്ക് 50 പശുക്കളെയാണ് നോക്കുന്നത്. അവർക്ക് എന്തോരം പണിയാണ് ഫസ്റ്റ് കൊടുക്കുന്നത്, ആ പണി അവർ ചെയ്യുള്ളൂ. നമ്മള് പിന്നെ അവർക്ക് ഞാൻ ഫുഡൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഏകദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവർക്ക് ഞാൻ പറഞ്ഞത് ഗ്യാസും അരി മാത്രം പറഞ്ഞ്, എന്നാലും അവരുടെ എല്ലാ സാധനങ്ങളും വീട്ടിൽ. ഫാമിലിയാണോ അവര്? ഒറ്റ ആള്, സിംഗിൾ ആളാണ്. 5 ബക്കറ്റ് ഉണ്ട്. 5 ബക്കറ്റാണ് വർക്ക് ചെയ്യുന്നത്. എത്ര മണിക്ക് തുടങ്ങും ഈ 50 പശുക്കളുടെ പണിയൊക്കെ? അവർ 3:30 പണി തുടങ്ങി 5:30 ആകുമ്പോഴേക്കും അതിന്റെ കറവ് പണികളൊക്കെ കഴിയും. 7 മണിയാകുമ്പോഴേക്കും കുടിയും തീറ്റ എല്ലാം കൊടുത്താൽ തോച്ചു പോകും. കറവയ്ക്കാൻ അധികം സമയം പിടിക്കില്ല, കാരണം 5 ബക്കറ്റ് നിലവിൽ വർക്കിംഗ് ആണ്. 2 മെഷീൻ വർക്ക് ചെയ്യും ഒരുമിച്ച്. അതായത് അപ്പൊ 5 ബക്കറ്റ് വർക്ക് ചെയ്യുമ്പോൾ അവൻ സ്പീഡായാൽ മതി, കാര്യങ്ങള് തീരും. ഒരു 5 പശു വേഗം കറവ് തീരുന്നുണ്ട്. ഈ പാൽ എവിടെ നമ്മൾ സൊസൈറ്റി കൊടുക്കണം? മൊത്തത്തിൽ ലോക്കൽ സെയിലാണ്? എറണാകുളത്ത് ഫ്ലാറ്റിലേക്ക് സപ്ലൈക്ക് പോകുന്നുണ്ട്. ഫ്ലാറ്റിലേക്ക് പോകുന്നുണ്ട്. എത്ര ഒരു ലിറ്ററിന് നമുക്ക് പാല്? 54 രൂപ. 54 ലിറ്റർ കൊടുക്കുന്നുണ്ട്. ഫ്ലാറ്റിൽ എത്തിച്ചു കൊടുക്കുന്നത്? അതോ എന്റെ ഇവിടെ നിന്ന് കൊണ്ടുപോകും, ഞാൻ ഒന്നും അറിയില്ല. എനിക്ക് 54 വെച്ചൊന്നും അവർ കൊണ്ടുപോകും. 54 വന്നിട്ട് സൈറ്റിൽ നിന്ന് വന്ന് കൊണ്ടുപോകുന്നുണ്ട്. അവരവിടെ 60-70 എത്രയായാലും 70 വിൽക്കുന്നുണ്ട്. നമ്മുടെ സൈറ്റിൽ നിന്ന് നമുക്ക് 54 വെച്ചിട്ട് 1 ലിറ്ററിന് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫാമിലി ഇപ്പൊ നിലവിൽ 38 ലിറ്റർ ആണ്. അത് എത്രാമത്തെ പ്രസവമാണ്? അതെ, ചിന്താമണി എത്ര വരെ കിട്ടിയിട്ടുണ്ട്? ഇപ്പൊ 30 ആവറേജ് 32 എങ്ങനെയും വരുന്നുണ്ട്. പാലിലൊന്നും കുഴപ്പം വരാറില്ല. ചിന്താമണി അത് പൊതുവെ ക്ലെയിം കുറവാണ്. പാലിന് പക്ഷെ നമ്മൾ ഈ കാര്യങ്ങൾ തൈലേറിയ അനാപ്ലാസ്മയാണെന്ന് ഫുഡ് എടുക്കാതിരിക്കും ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് അതിന്റെ പ്രശ്നം. സ്ട്രെസ് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അസുഖം തന്നെയാണ് അത് നമ്മൾ മാറ്റിയെടുക്കുക. അത് മാത്രമേ ഉള്ളൂ അല്ലേ? കറക്റ്റ് ചെക്ക് ചെയ്ത് പോകണം. ഇപ്പൊ ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് പറയുന്നത് ഉടനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു അസുഖം കാണിക്കത്തില്ല. നമ്മളത് ധൈര്യത്തിൽ ഇരിക്കും. പശുവിന് വീട് കഴിയുമ്പോൾ അറിയത്തുള്ളൂ. പശു ബ്ലഡ് ചെയ്യുമ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുക. എത്ര സ്ട്രെസ് ചെയ്യുന്ന പശുവിന് 100% അസുഖം വന്നിരിക്കും. അത് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അപ്പൊ കറക്റ്റ് അറിയാം. കാൽസ്യം ഉൾപ്പെടെ ചെക്ക് ചെയ്യണം. എല്ലാം ചെക്ക് ചെയ്യണം. കാരണം ഈ മെഡിസിൻ കൊടുക്കലും അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിന്റെ എല്ലാവിധ
ടോണിക്കുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിയുമ്പോൾ പശുവിന്റെ അസുഖം മാറും, ബ്ലഡ് കറക്റ്റ് ആവും, പശുവിന്റെ സ്ട്രെസ് ഒക്കെ മാറി കിട്ടും. അത് കണ്ട് ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പശുവിന്റെ കറക്റ്റ് രീതി നമുക്ക് അറിയുള്ളൂ. ശരി, എത്ര നാളൊരു ലെവലായി? ഒരു മാസം എടുക്കുമോ മൊത്തത്തിൽ ലെവലായി വരാൻ നമ്മുടെ പശുക്കളെ കൊണ്ടുവന്നാല്? ഒരു 20 ദിവസം. 20 ദിവസം ഒരു കാരണവശാലും പശുവിനെ കുളിപ്പിക്കരുന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 2 ആഴ്ച 3 ആഴ്ചയെങ്കിലും പശുക്കളെ കുളിപ്പിക്കുകയും ചെയ്യരുത്. കുളിപ്പിക്കലാണ് പശുക്കൾക്ക് ഈ ഇപ്പോഴത്തെ നല്ല ചൂടുള്ള കാലാവസ്ഥയും അടുത്ത് കുളിപ്പിക്കൽ കൂടിയുമ്പോൾ പശുക്കൾക്ക് പെട്ടെന്ന് പനി അതുപോലെ തല നനയ്ക്കാനേ പാടില്ല പശുക്കൾക്ക്. കുറച്ചൊക്കെ ഇവർ കൊണ്ട് ഹിന്ദിക്കാരെ ഏൽപ്പിച്ചോടൊക്കെ ഹിന്ദിക്കാരുടെ നോക്കുമ്പോൾ അവർക്ക് ഇത് അറിയാതെ ചെയ്യുന്നത് കൊണ്ടാണ് പശുക്കൾക്ക് അസുഖം വരുന്നത്. ചെറിയ പനി തുടങ്ങുമ്പോൾ പനിക്ക് മെഡിസിൻ ചെയ്യില്ല. പനിക്ക് മെഡിസിൻ ചെയ്യാതിരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഈ തലേറിയ തലപൊക്കി തുടങ്ങും. പശുവിന്റെ ആരോഗ്യശേഷി കുറയുമ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ 2 ആഴ്ചക്കെങ്കിലും പശുക്കൾ ഡെയിലി ഒന്ന് ടെമ്പറേച്ചർ നോക്കണം. ആ ചെവിയിൽ പിടിച്ച് നോക്കിയാൽ മതി. ടെമ്പറേച്ചർ ഒക്കെ നോക്കി കുറച്ച് ദിവസം സൂക്ഷിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യം കഴിഞ്ഞു. പിന്നെ ചേട്ടൻ ഉടനെ തന്നെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും OTCയും പിന്നെ തൈലറിക്ക് ഏതാ റിസൾട്ട് കിട്ടുന്നത്? തൈലേറിയയിൽ ഇപ്പൊ ബൂട്ടാസൈഡ് കുഴപ്പമില്ല. ബൂട്ടാലെക്സ് ആണ് ഏറ്റവും ബെറ്റർ ആണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ജർമ്മനിയാണ്, അത് പക്കയാണ്. 20 ml. എത്ര റേറ്റ് വരും അതൊരു മെഡിസിൻ ഒരു ഡോസ് ഒക്കെ? 1400 1350 അങ്ങനെ വരും. ശരി, ആ ഒരു ഡോസും ചെയ്യും OTCയും ചെയ്യും. പിന്നെ ആണെങ്കിൽ ബ്ലഡ് കാൽസ്യം ഒക്കെ ടെസ്റ്റ് ചെയ്യും. പിന്നെ കാൽസ്യം അല്ലല്ല, അതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കാൽസ്യത്തിന്റെ എല്ലാത്തിന്റെയും എല്ലാം ഒരുമിച്ച് വരുന്നതാണ്. കാൽസ്യം അടക്കം 100 അഡീഷണൽ വരുള്ളൂ. കാൽസ്യം അടക്കം ചെക്ക് ചെയ്യാം. കാൽസ്യം നമ്മൾ ചെക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ കൊടുക്കണ ഈ കാൽസ്യം കൊണ്ട് പശുവിന്റെ ബ്ലഡിൽ കാൽസ്യം കയറുന്നു നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് ഡെലിവറിക്ക് ശേഷമാണ് എല്ലാം ചെക്ക് ചെയ്യേണ്ടത് അല്ലേ? പശു വീണതിന് ശേഷം നമ്മൾ കാൽസ്യം ചെക്ക് ചെയ്യുന്നതാണ് ഒരു കർഷകരുടെ ഏറ്റവും വലിയൊരു പരാജയം. പശുക്കളുടെ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ കാൽസ്യം ലെവൽ ചെക്ക് ചെയ്യണം. ലെവൽ കുറവാണെങ്കിൽ നമ്മൾ ഗ്ലൂക്കോസിന്റെ മാറ്റണം. ഗ്ലൂക്കോസ് ലെവൽ എല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. കാൽസ്യം മെയിൻ ആണ്. കാൽസ്യം ലെവൽ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമ്മൾ കാൽസ്യം എടുക്കുന്ന കമ്പനി മാറ്റി ഏത് കൊടുത്താലും റിസൾട്ട് ആവും. കാൽസ്യം സപ്ലിമെന്റ് ചെയ്താൽ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഓസ്ട്രോവെറ്റ് അത്യാവശ്യം റിസൾട്ട് ഉണ്ട്. എത്ര എം എൽ കൊടുക്കും? അത് ഏകദേശം ഒരു 50 ml രാവിലെ 50 ml വൈകിട്ട് 100 ml കൊടുക്കും ഓസ്ട്രോവെറ്റ്. അത് എത്ര മാസം വരെ കൊടുക്കും? പീക്ക് ലാക്കേഷൻ ആണോ ഫുള്ള് എല്ലാ ദിവസവും? ഏകദേശം ചെന പിടിച്ചന ഡ്രൈ ആവുന്ന വേറെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് കാൽസ്യം സപ്ലിമെന്റ്. പാല റെഗുലർ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. കാൽസ്യം കുറയ്ക്കണ അന്ന് പാല് കുറയും. ഓ, അങ്ങനെയുണ്ട്. കാരണം ഇപ്പൊ ഒരു 7 മാസം 6 മാസം വരെ ആകുമ്പോഴേ എത്ര കറവൊക്കെ വരുന്നുണ്ട് ആ സമയത്ത്? 6 മാസമൊക്കെ വരുമ്പോ ഒരു ദിവസം അപ്പൊ ഒരു 8-4 എത്തും. 12 ലിറ്ററേക്ക് എത്തിക്കുന്നു. 10ന്റെ താഴേക്ക് ആക്കി കൊണ്ടുവരും. പിന്നെ ഫുള്ളായിട്ട് തീറ്റ കുറച്ച് പശുവിനെ തൊഴുത്ത് മാറ്റി കെട്ടും. അപ്പൊ അതിൽ നിർത്തിയിട്ട് തീറ്റ വളരെ കുറയ്ക്കും. പിന്നെ കാമ്പിൽ എന്തെങ്കിലും മരുന്ന് കയറ്റി വെക്കുന്നുണ്ടോ? ഡ്രൈവ് ഇല്ല, അങ്ങനെ കംപ്ലൈന്റ് ഉള്ളവർക്ക് കയറ്റി വെക്കുള്ളൂ. എല്ലാവർക്കും ഒന്നും കയറ്റാറില്ല. ഇല്ല. അസുഖം ഉണ്ട് സ്ഥിരം കംപ്ലൈന്റ് കാര്യമാണെങ്കിൽ മാത്രം. ഏത് മരുന്നാണ് ചെയ്യാറുള്ളത് കാമ്പില്? ട്യൂബ് കയറ്റുന്നത് അതിന്റെ അസുഖത്തിനനുസരിച്ച് നമ്മൾ ഡെയിലി കുത്താൻ പറ്റില്ല. കംപ്ലൈന്റുകളൊന്നും കംപ്ലൈന്റ് വളരെ കുറവാണ് എനിക്ക്. ഞാൻ അതിന്റെ ഒപ്പം തന്നെ ഉണ്ട്. ഒരാളോട് നോക്കിയാൽ ബാക്കി എല്ലാവരുടെ കൂടെ തന്നെ ചെയ്യില്ല. ഫുഡ് വേറെ എന്തൊക്കെ കൊടുക്കുന്നത്? തീറ്റ എന്തൊക്കെ കൊടുക്കുന്നുണ്ട്? തീറ്റ ഞാൻ കൂടുതൽ കൊടുക്കാറ് ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രസവിച്ച് കഴിഞ്ഞാൽ 2 മാസമെങ്കിലും നന്നായിട്ട് സമൃദ്ധമായിട്ട് ചോളം കൊടുക്കും. തമിഴ്നാട്ടിൽ ചോളം സൈലേജ് ആണോ? പച്ചച്ചോളം വെട്ടി എരിഞ്ഞു കൊടുക്കും. സ്റ്റാഫ് വാട്ടർ വലിയ കൂടിയ സ്റ്റാഫ് വാട്ടറാണ്. പിന്നെ അല്ലാതെ കോൺസെൻട്രേറ്റഡ് ഫുഡ് എന്തൊക്കെ കൊടുക്കുന്നത്? പിന്നെ കൊടുക്കുന്നത് പുല്ലും പൈനാപ്പിളും നമ്മൾ കൊടുക്കും. അതായത് പൈനാപ്പിളും ചോളവും പുല്ലും കൂടി മിക്സ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കും. ഇതിൽ കൂടുതലുള്ള പശുക്കൾക്ക് പൈനാപ്പിൾ ഒന്നും കൊടുക്കില്ല. അവർക്ക് ചോളം മാത്രം കൊടുക്കും. അഥവാ വേണ്ടി വന്ന കുറച്ച് പുല്ല് മാത്രം കൊടുക്കും. ഇല്ല് കുറഞ്ഞ് കറവും ചെനയിലേക്ക് ആയി വരുമ്പോൾ ഇവർക്ക് ഫുഡ് 40 കിലോ പെർ ഡേ ഞാൻ കൊടുത്തിരിക്കും. ഒരു പശുവിന് രാവിലെയും വൈകിട്ടും കൂടി 40 കിലോ പുല്ല് ചെല്ലണം. എങ്കിലാണ് പശു കറക്റ്റായിട്ട് ഹീറ്റ് ആവുകയും ചെല പിടിക്കുകയും പശുവിന് അസുഖമാവുകയും 40 കിലോ പുല്ല് ഒരു ദിവസം പശു തിന്നും. അതിപ്പോ തുടക്കം മുതലേ അത് എന്തൊക്കെ പറഞ്ഞാലും 20 കിലോ രാവിലെ 20 കിലോ വൈകിട്ട് മിനിമം കൊടുക്കും. ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു. ചിലവര് ചെന പിടിച്ച് ഇഷ്ടമുള്ള ആവശ്യമുള്ള പുല്ല് അവർ തിന്നുള്ളൂ. ഓക്കെ, അപ്പൊ മൊത്തത്തില് 50 പശുക്കളാണ് നമ്മുടെ ഫാമിൽ ഇരിക്കുന്നത് അല്ലേ? അപ്പൊ പിന്നെ ഫുഡ് മെയിനും പുല്ല് ഐറ്റംസ് ആണ് കൂടുതലും കൊടുത്തോണ്ടിരിക്കുന്നത്. ഐറ്റംസ് ആണ്. ഓക്കെ, എന്തായാലും ഇനി നല്ല രീതിയിൽ മുന്നോട്ട് ഫാം പോട്ടെ. എല്ലാ ആശംസകളും. ആ വഴി പോകുമ്പോൾ എന്തായാലും ഫാമിലിസിലും കയറാം. ഫാമിന്റെ പേരെന്ന് പറഞ്ഞത് കൃപ ഡയറി ഫാം. കറക്റ്റ് ലൊക്കേഷൻ വെട്ടിക്കുഴി, തൃശ്ശൂർ ജില്ല, ചാലക്കുടിയിലാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.